റോബിൻ ശർമ്മ എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു മോട്ടിവേഷൻ ഗ്രന്ഥമാണ് ഹു വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? വളരെ അർത്ഥവത്തായ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരവും സംതൃപ്തവും മറ്റുള്ളവർക്ക് ഉപകാരപ്രദവുമായ ഒന്നാക്കി തീർക്കുവാൻ 101 ഉപദേശങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ നൽകുന്നത്. ഈ 101 സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഉപകരിക്കുന്നതാണ്. ഈ സന്ദേശങ്ങളിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സംഗ്രഹിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. എഴുത്തുകാരനായ റോബിൻ ശർമ്മ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മകന്റെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു ഉപദേശം നൽകി. നീ ജനിച്ചപ്പോൾ നീ കരയുകയും നിന്റെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുകയും ചെയ്തു. അതുപോലെ നീ മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിക്കുകയും നിന്റെ ചുറ്റുമുള്ള ലോകം കരയുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ധന്യമായ ജീവിതം. ജീവിതയാത്രയിൽ ഉടനീളം അച്ഛൻ പറഞ്ഞ ഈ വാചകങ്ങൾ ഞാൻ മറന്നിട്ടില്ല. അതാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ശാസ്ത്രത്തിന്റെ സഹായത്താൽ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ നമുക്ക് ഇന്ന് കഴിയും. ചന്ദ്രനിൽ യാത്ര നടത്താൻ വേണ്ടി ലോകമെമ്പാടും ധാരാളം ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അയൽക്കാരനായ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഒരു റോഡ് മുറിച്ചു കടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി ധാരാളം സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെ ലോകത്തെവിടെയും നമുക്ക് സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ നാം താമസിക്കുന്ന ചുറ്റുപാടിൽ എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ട്? ഈ ചോദ്യം ഓരോ വ്യക്തിയും സ്വയം ചോദിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മനുഷ്യനാകാനും ജീവിതത്തിൽ വിജയം നേടാനും സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാനും അതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും കഴിയുന്നത്? ഓരോ വ്യക്തിയുടെ ഉള്ളിലും നന്മയുടെ ഒരു വിത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ വെല്ലുവിളി. നിങ്ങളുടെ ഉൾവിളി കണ്ടെത്താനായാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നീതി പാലിക്കാനും സമൂഹത്തോടും നീതി പാലിക്കാനും കഴിയും. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നസീർ ഖാൻ സാഹിബ്, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. അറിയപ്പെടുന്ന കോർപ്പറേറ്റ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമാണ്. ട്രെയിനിംഗ് നടത്താൻ താൽപ്പര്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 7907536093 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. റോബിൻ ശർമ്മ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക എന്നതാണ്. ഓരോ ദിനവും ഒരു അപരിചിതനോട് എങ്കിലും ദയ കാണിക്കുക എന്നതാണ് രണ്ടാമത്തെ സന്ദേശം. കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കാൻ സമയവും ധനവും വിജ്ഞാനവും ഉപയോഗിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടെങ്കിലും എല്ലാ ദിവസവും ഒരാളെയെങ്കിലും സഹായിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഓരോ പാഠങ്ങളാണ്. അവരിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ആരെയും നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ കാഴ്ചപ്പാട് വിപുലീകരിക്കുക എന്നതാണ് മൂന്നാമത്തെ സന്ദേശമായി അദ്ദേഹം ലോകത്തിന് നൽകുന്നത്. ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം റോബിൻ ശർമ്മ വ്യക്തമാക്കുന്നത്. ഒരു ദിവസം ആശുപത്രി മുറിയിലേക്ക് ഗുരുതരമായ രോഗം ബാധിച്ച ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ ആ മുറിയിൽ ജനലിനോട് ചേർന്നുള്ള കട്ടിലിൽ മറ്റൊരു രോഗി വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചങ്ങാതിമാരായപ്പോൾ ജനലിന് അരികിലുള്ളയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പുറം ലോകത്തിലെ ഉജ്ജ്വലമായ കാഴ്ചകൾ വർണ്ണിച്ചുകൊണ്ട് മറ്റേ കിടക്കയിൽ ശയ്യാവലംബിയായ ചങ്ങാതിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. പുറത്തെ കാഴ്ചകൾ ആശുപത്രിക്ക് എതിർവശത്തുള്ള പാർക്കിലെ മരങ്ങളുടെ മനോഹാരിതയും കാറ്റിൽ അവയുടെ ഇലകൾ നൃത്തം വയ്ക്കുന്നത് എങ്ങനെയെന്നും മറ്റും കിടപ്പിലായ ചങ്ങാതിക്ക് വർണ്ണിച്ചു കൊടുത്തു. മറ്റു ചില ദിവസങ്ങളിൽ ആശുപത്രി പരിസരത്ത് വന്നു പോയിരുന്ന ആളുകൾ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുത്ത് പറഞ്ഞുകൊടുത്ത് രസിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ ചങ്ങാതി ജനലിലൂടെ നോക്കിക്കണ്ട് വിവരിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ തനിക്ക് ശേഷിയില്ലാത്തതോർത്ത് ശയ്യാവലംബിയായ മനുഷ്യനിൽ മോഹഭംഗം വളർന്നു. ഒടുവിൽ ജനലരികിലുള്ള മനുഷ്യനോട് അയാളിൽ അസൂയ ജനിക്കുകയും ഒരു അനിഷ്ടം വളരുകയും പിന്നെ അയാളെ കഠിനമായി വെറുക്കുകയും ചെയ്തു. അയാളെപ്പോലെ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ നേരിട്ട് കാണാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് അയാൾ സങ്കടപ്പെട്ടു. അയാൾ മരിച്ചുപോയാൽ തനിക്ക് ജനലിനടുത്തുള്ള സീറ്റ് കിട്ടുമല്ലോ എന്ന് അയാൾ ചിന്തിച്ചു. ഒരു രാത്രി കഠിനമായി ചുമയ്ക്കുന്നതിനിടയിൽ ജനലരികിൽ കിടന്നിരുന്ന രോഗിയുടെ ശ്വാസം നിലച്ചു. മറ്റേയാൾ സഹായത്തിനായുള്ള ബട്ടൺ അമർത്തുന്നതിന് പകരം ഒന്നും ചെയ്യാതെ അനങ്ങാതെ കിടന്നു. അയാൾ മരിച്ചുപോയാൽ പോകട്ടെ, തനിക്ക് ജനലരികിലുള്ള കിടക്ക ലഭിക്കുമല്ലോ എന്നായിരുന്നു അയാളുടെ ചിന്ത. പിറ്റേന്ന് രാവിലെ തന്റെ ശയ്യാവലംബിയായ ചങ്ങാതിക്ക് പുറം കാഴ്ചകൾ വർണ്ണിച്ചു കൊടുത്തുകൊണ്ട്
വളരെയധികം സന്തോഷം പ്രദാനം ചെയ്തിരുന്ന ആ മനുഷ്യൻ മരിച്ചതായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. അയാളെ ആശുപത്രി മുറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. മറ്റേയാൾ ഉടനെ തന്നെ ജനലരികിലുള്ള കിടക്കയിലേക്ക് തന്നെ മാറ്റിക്കിടത്തണമെന്ന് ആവശ്യപ്പെടുകയും അയാളുടെ ആ അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തു. ജനലിന് അരികിലെത്തിയ അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തു കണ്ട കാഴ്ച അയാളെ നടുക്കിക്കളഞ്ഞു. ജനലിന് നേരെ എതിരെ ഉണ്ടായിരുന്നത് ഒരു കൂറ്റൻ മതിലായിരുന്നു. പുറത്ത് കാഴ്ചകളൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. ആ കിടക്കയിലുണ്ടായിരുന്ന തലേന്ന് രാത്രി കഠിനമായി ചുമച്ച് മരിച്ച ആ മനുഷ്യൻ അത്രയും നാൾ വർണ്ണിച്ചുകൊണ്ടിരുന്നത് അയാളുടെ ഭാവന മാത്രമായിരുന്നു. അതിലൂടെ അയാൾ സ്വയം സന്തോഷിക്കുകയും തന്റെ അടുത്തുള്ള രോഗിയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ജീവിതത്തിൽ സന്തോഷവും വിജയവും കൈവരുന്നതിന് റോബിൻ ശർമ്മ പറയുന്ന 4ാമത്തെ രഹസ്യമാണ് ആത്മശിക്ഷണം ശീലിക്കുക എന്നത്. നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണെന്ന് നിങ്ങളുടെ മനസാക്ഷി പറയുന്നതും എന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നാത്തതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശീലിക്കണം. ആത്മശിക്ഷണം ഇല്ലാതെ നിങ്ങൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണയിക്കില്ല. നിങ്ങളുടെ സമയം ഫലപ്രദമായി നിങ്ങൾ കൈകാര്യം ചെയ്യില്ല. ആളുകളോട് നന്നായി പെരുമാറില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പോലും സാധിക്കില്ല. ആത്മശിക്ഷണം നേടുവാൻ അവനവനോട് കാർക്കശ്യം പുലർത്തണം. ഒഴുക്കിനനുകൂലമായി നീന്താൻ എല്ലാവർക്കും കഴിയും. എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ ഒഴുക്കിനെതിരെ നീന്തി വിജയതീരത്തണയണം. അതിന് ആത്മനിയന്ത്രണവും സ്വയം പരിശീലനവും ആവശ്യമാണ്. നിങ്ങൾക്ക് സ്വയം പരിശീലിക്കാൻ കഴിയില്ലെങ്കിൽ ഉത്തമനായ ഒരു ഗുരുവിനെ കണ്ടെത്തുക. പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് മുതൽ ആരംഭിക്കുന്നു ഈ ആത്മശിക്ഷണം. നിങ്ങൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കൽ. നിങ്ങളുടെ ദിവസത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും ഇവിടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെയും തീരുമാനങ്ങളുടെയും ഗുണനിലവാരമാണ് ആത്യന്തികമായി നിങ്ങളുടെ ജീവിത നിലവാരം സൃഷ്ടിക്കുന്നത്. എളുപ്പമുള്ള കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് ശരിയാണെന്നറിയാവുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് സ്ഥിരമായി നിങ്ങളുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുന്നു. വിജയികളായ വ്യക്തികൾ അവർക്ക് ഏറ്റവും സൗകര്യപ്രദവും സുഖപ്രദവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിനായി മാത്രമല്ല തങ്ങളുടെ സമയം ചെലവഴിക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള മാർഗങ്ങൾ എത്ര കഠിനമായാലും അത് നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള ശീലങ്ങളും പരിശീലിക്കുന്നു എന്നതാണ് അവരെ വിജയികളാക്കുന്നത്, ശ്രേഷ്ഠരാക്കുന്നത്. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ശീലം വിജയികളായ വ്യക്തികൾക്കുണ്ട് എന്ന് എഴുത്തുകാരനും ചിന്തകനുമായ E.M. ഗ്രേ അഭിപ്രായപ്പെടുന്നു. അവർക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമായിരിക്കണമെന്നില്ല, എന്നാൽ അവരത് ചെയ്യുന്നു. പരാജിതർ അത് ചെയ്യുന്നില്ല. അതാണ് വിജയികളും പരാജിതരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ജീവിതത്തിൽ പരാജയം ഒഴിവാക്കാനും പരാജയങ്ങളിൽ നിന്നും പാഠം പഠിക്കാനും ഏറ്റവും പറ്റിയ മാർഗമാണ് ഒരു ജേണൽ എഴുതുക എന്നത്. ഇതാണ് 5ാമതായി നൽകുന്ന സന്ദേശം. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവയിലെ വിജയപരാജയങ്ങൾ, പ്രതിസന്ധികളെ എങ്ങനെ നേരിട്ടു തുടങ്ങിയ കാര്യങ്ങൾ എഴുതി വെക്കണം. പിന്നീട് നിങ്ങൾക്കത് റെഫർ ചെയ്യാനും നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാനും സാധിക്കും. റോബിൻ ശർമ്മ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് സത്യസന്ധരായിരിക്കുക എന്നത്. 6ാമതായി നൽകുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ സഫലമീ യാത്രയെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന ഒരു ഗുണവിശേഷമാണ്. സത്യസന്ധത പുലർത്തുന്നവർ ആരംഭത്തിൽ ചില പരാജയങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർ എന്നെങ്കിലും തിരിച്ചറിയും. എവിടെ കുഴിച്ചിട്ടാലും 1000 ഇരട്ടി തിളക്കത്തോടെ പുറത്തുവരും. റോബിൻ ശർമ്മ നൽകുന്ന 7ാമത്തെ സന്ദേശം ഭൂതകാലത്തെ ബഹുമാനിക്കുക, ഉൾക്കൊള്ളുക എന്നതാണ്. ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഭാവിയിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും പരിഹാരം കണ്ടെത്തുന്നതിൽ നിന്നും നിങ്ങളെ അകറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട നല്ല കാര്യങ്ങളെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്. ദിവസം മുഴുവൻ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായിത്തീരുന്നു. നിങ്ങൾ രണ്ടാമതൊരിക്കൽ കൂടി അനുഭവിക്കാൻ ആഗ്രഹിക്കാത്ത ഭൂതകാല സംഭവങ്ങളെയോ തെറ്റുകളെയോ കുറിച്ച് വ്യാകുലപ്പെടുന്നതിൽ ഒരു യുക്തിയുമില്ല. അതിനു പകരം ഭൂതകാലത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ സമ്പൂർണമായും ഒരു പുതിയ തലത്തിലുള്ള അവബോധത്തിലേക്കും ജ്ഞാനോദയത്തിലേക്കും ഉയരുന്നതിനാണ് ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങളെ അനാവരണം ചെയ്യുന്നു. ഓരോ ദിവസവും നന്നായി തുടങ്ങാൻ പരിശീലിക്കുക എന്നതാണ് 8ാമത്തെ സന്ദേശം. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നായിരിക്കുമെന്നാണ് പഴമൊഴി.
ഒരു ദിവസം നന്നാകുന്നതിനു വേണ്ടി അതിരാവിലെ മുതൽ പരിശ്രമിക്കേണ്ടതാണ്. രാവിലെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, അന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് തയ്യാറാക്കുക, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഏതെങ്കിലും കാരണവശാൽ അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള കാരണം അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ജേണലിൽ എഴുതിയിരിക്കുക. അവയ്ക്കുള്ള പരിഹാരം ചിന്തിച്ച് കണ്ടെത്തുക. വിദഗ്ധന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശം സ്വീകരിക്കണമെങ്കിൽ അത് സ്വീകരിക്കുക. ഇങ്ങനെ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് തുടക്കം മുതൽ ഒടുക്കം വരെ നടപ്പിലാക്കിയാൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. നോ പറയാൻ പഠിക്കണമെന്നതാണ് 9ാമത്തെ വിജയരഹസ്യം. എവിടെ നോ പറയണം, എവിടെ യെസ് പറയണമെന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ മുൻഗണനാക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതോ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റുന്നതോ നമുക്ക് മാനസിക പിരിമുറുക്കം, നെഗറ്റീവ് എനർജി നൽകുന്നതുമായ എല്ലാ കാര്യങ്ങളോടും വ്യക്തികളോടും നോ പറയുക. ഇത് ജീവിതം സന്തുഷ്ടവും വിജയകരവുമാക്കുവാൻ അത്യാവശ്യമായ ഒരു ഗുണവിശേഷമാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായി അവധിയെടുക്കുക എന്നത് 10ാമത്തെ ഗുണവിശേഷമാണ്. ആ ദിവസം പൂർണ്ണമായി വിശ്രമിക്കുക. നമുക്ക് മനസ്സിനിഷ്ടപ്പെട്ട വിനോദയാത്രകൾ ചെയ്യാം. ബന്ധുക്കളുമായി, സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാം. ആഴ്ചയിലെ ഒരു ദിവസത്തെ വിശ്രമം പിന്നീടുള്ള നിങ്ങളുടെ ഒരാഴ്ച പ്രവർത്തിക്കുവാനുള്ള ഊർജം പകരും. അഫർമേഷൻ വാചകങ്ങൾ സ്വയം ഉരുവിടാൻ പരിശീലിക്കുക എന്നതാണ് വിജയികളുടെ 11ാമത്തെ ഗുണം. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം ആനന്ദിക്കുക. എന്നിട്ട് പറയുക, ഞാൻ ദൈവത്തിന്റെ മഹത്തായ സൃഷ്ടിയാണ്. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയും. നെഗറ്റീവ് എനർജി നമ്മെ പിന്തുടരുമ്പോഴും തളർന്നുപോയി എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോഴും നാം സ്വയം പ്രചോദനമാകാൻ വേണ്ടി അഫർമേഷൻ ചെയ്യണം. ഞാൻ വിജയിയാണ്, എനിക്കിത് കഴിയും, ഞാൻ ശക്തനാണ്, എനിക്കിത് സാധിക്കും തുടങ്ങി സന്ദർഭത്തിന് അനുയോജ്യമായ വാക്കുകൾ ഉച്ചരിക്കുക. നിങ്ങളുടെ മനസ്സിന് പുത്തൻ ഉണർവ് പകരുന്ന ഏത് വാചകങ്ങളും സ്വയം പറഞ്ഞു ശീലിക്കാം. ഇത് നമ്മളെ വിജയത്തിലേക്ക് അടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദുഃഖിക്കാൻ ഒരു സമയം മുൻകൂട്ടി നിശ്ചയിക്കുക എന്ന ചലഞ്ചാണ് 12ാമതായി റോബിൻ ശർമ്മ പറയുന്നത്. ജീവിതത്തിൽ സുഖം മാത്രമല്ല ദുഃഖവുമുണ്ട്. എന്നാൽ എപ്പോഴും ദുഃഖിച്ചിരിക്കാതെ നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സ്വയം ആലോചിക്കാനും ആവലാതിപ്പെടാനും വിലയിരുത്താനും സ്വയം ആശ്വസിപ്പിക്കാനും ഒരു സമയം നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കണം. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം 1-2 മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെക്കാം. ഇങ്ങനെ ഒരു സമയം പ്രത്യേകമായി നിശ്ചയിക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഞായറാഴ്ച 11 മുതൽ 1 മണി വരെയാണ് നാം നമ്മുടെ ദുഃഖം, നഷ്ടങ്ങൾ എന്നിവയെ ഓർത്ത് വേവലാതിപ്പെടാൻ സമയം മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് കരുതുക. എല്ലായ്പ്പോഴും ഇത്തരം ദുഃഖങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നാൽ ഉടനെ മനസ്സിനോട് പറയുക, ഓക്കെ, ഇക്കാര്യങ്ങൾ ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ ചർച്ച ചെയ്യാമെന്ന് സ്വയം പ്രഖ്യാപിക്കുക. ഇപ്പോൾ ഗുഡ് ബൈ, നമുക്ക് ഞായറാഴ്ച 11 മണിക്ക് കാണാം എന്ന് പറയുക. ഇത്തരത്തിലൊരു പരിശീലനം നടത്തിയാൽ അനാവശ്യ സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മളെ ഹണ്ട് ചെയ്ത് നമ്മെ തളർത്തുന്നത് ഒഴിവാക്കാം. ജീവിതത്തിൽ വിജയിക്കുവാനും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുവാനും ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന പുസ്തകത്തിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ അടുത്ത വീഡിയോയിലും തുടരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.